നമസ്കാരം, റോൾടെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയ ഡിസൈനാണ് ഹോളോ ഗ്ലിറ്റർ. ഇതിൽ ടോട്ടലി 24 ഡിസൈൻസ് കളറുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്, ഹോളോ ഗ്ലിറ്റർ എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ ബേസും ടോപ്പും ഇതൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ബേസ് നമ്മൾ കവറിങ്ങിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഏകദേശം ഇപ്പോൾ നമ്മൾ പിങ്ക് ഷെയ്ഡ് എടുത്തേക്കണം. അപ്പോൾ ഇതുപോലത്തെ തന്നെ ഒരു ഷെയ്ഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കവറേജും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാ ഷെയ്ഡുകളുടെയും ബേസായിട്ട് അതിൻ്റെ ഒരു മാച്ചിങ് ആയിട്ടുള്ളൊരു കളർ അടിച്ചതിന് ശേഷം വേണം ഇതിൻ്റെ ടോപ്പ് കോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ബേസ് അടിക്കുമ്പോൾ എപ്പോഴും ഒരു പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയൽ അടിക്കാൻ വെച്ചിട്ട് മാറ്റായിട്ടുള്ള മെറ്റീരിയൽസ് അടിച്ചിട്ട് വേണം ഇത് ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് HG04 എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വാൾ ഇതാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് അടിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലാക്ക് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ഈ മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഒരു മാറ്റായിട്ടുള്ളൊരു മെറ്റീരിയൽ നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളുടെ എല്ലാ ഡിസൈൻസുകളും മെറ്റാലിക് ഷെയ്ഡുകളെല്ലാം അടിക്കുമ്പോഴത്തേക്കും മാറ്റായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു എമൽഷൻ എന്തെങ്കിലും അടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ഗ്ലിറ്ററിങ്ങിൻ്റെ ഒരു കവറിങ്ങിനും കാര്യത്തിനും ഇച്ചിരി മാറ്റായിട്ട് വേണം. അപ്പോൾ നമ്മളിവിടെ ബ്ലാക്ക് ഷെയ്ഡായിട്ടുള്ള ഒരു ബേസ് അടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ പിങ്ക് ഷെയ്ഡ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഏത് ഷെയ്ഡിൽ വേണമെങ്കിൽ ചെയ്യാം. ബ്ലാക്കിൽ ചെയ്യാം, വൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് സിൽവർ ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ള ഷെയ്ഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ഗ്രീനാണ് കാണിക്കുന്നെങ്കിൽ ആ ഗ്രീനിൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ നിങ്ങൾക്ക് പ്രീമിയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാറ്റായിട്ടുള്ള ഒരു എമൽഷൻ അടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നാൽ അതിൻ്റെ ഒരു കവറിങ്ങും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ പിങ്ക് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് പല കോമ്പിനേഷനിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈൻ അടിച്ചിട്ട് ചെയ്യാം, ലൈൻ ഇല്ലാണ്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ലൈനൊക്കെ ഇട്ടിട്ട് ഒരു ബോർഡർ പോലത്തെ ഒരു ഡിസൈൻസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടൂൾസ് എന്ന് പറഞ്ഞാൽ ബ്രഷോ ട്രവലോ അല്ലെങ്കിൽ സ്പോഞ്ചോ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ രണ്ട് രീതിയിലുള്ള ആപ്ലിക്കേഷൻ കാണിച്ചു തരാം, ബ്രഷിനും ട്രവലും ചെയ്യുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്കത് അല്ലെങ്കിൽ സ്പോഞ്ചിൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, ടൂൾസിൽ വേണമെങ്കിൽ. കാരണം മെറ്റീരിയൽ ഏത് ടൈപ്പിൽ ഉപയോഗിച്ചാൽ നമുക്ക് ആ ഓരോ ടൂൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അതിൻ്റെ ഡിസൈൻസുകൾ വ്യത്യാസം വരും. അപ്പോൾ അത് ഞാൻ ബ്രഷിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വ്യത്യാസങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതേപോലെ ഒരു റാൻഡം പോലെ ഇൻഡു പോലെ അടിക്കുക. തടിപ്പുകളൊന്നും വരാത്ത രീതിയിൽ മാക്സിമം നമ്മൾ ബ്രഷിന് ആ തടിപ്പ് വരുന്നത് അപ്പോൾ തന്നെ ബ്രഷിന് ലയിപ്പിച്ച് മെറ്റാലിക് ഇഷ്ടം കൂടി കാണുന്ന രീതിയിൽ ചെയ്യുക. ചില സ്ഥലങ്ങളിലൊന്നും കവറിങ് ഇല്ലാത്ത പോലെ തോന്നും, പക്ഷേ എന്നാലും നമുക്കത് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം കവറിങ് ആയിക്കോളും. മാക്സിമം നമ്മൾ ബ്രഷ് സ്ട്രോക്കൊക്കെ കുറച്ച് ആ ഒരു റാൻഡമായിട്ടൊരു ഇൻഡു പോലെ അടിച്ച് ഫിനിഷ് ചെയ്യാൻ നോക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഇൻറ്റീരിയർ ചെയ്യുന്ന പ്രൊഡക്റ്റാണ്, എക്സ്റ്റീരിയർ അല്ല. അപ്പോൾ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇൻറ്റീരിയർ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഇപ്പോൾ നമ്മൾക്കിത് ബ്രഷിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ടൈറ്റായിട്ട് തോന്നണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് പെയിൻറ്റ് എമൽഷനൊക്കെ അടിക്കുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. 1 ലിറ്ററിൽ ഏകദേശം ഒരു 200 ml 300 ml വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടൈറ്റാണെങ്കിൽ മാത്രം. നമുക്ക് അടിക്കാനും ഈ ബ്രഷ് സ്ട്രോക്കുകൾ ഇച്ചിരി കുറച്ച് കുറക്കാനൊക്കെ ആയിട്ട് വെള്ളം മിക്സ് ചെയ്യാൻ ഇച്ചിരി കൂടി നല്ലതായിരിക്കും. നമ്മളിതിൽ കുറച്ച് ഒരു 200 ml വെള്ളം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രഷിനടിക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഈ സെയിം സംഭവം തന്നെ നമുക്ക് ട്രവൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രവൽ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കുന്നത് വെച്ചാൽ ബ്രഷിന് ആദ്യം അപ്ലൈ ചെയ്തിട്ട് വേണം ട്രവലിന് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 2 പേരുണ്ടെങ്കിൽ ഒരാൾ ബ്രഷിനടിക്കുക, ഒരാൾ ട്രവലിന് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ബ്രഷിനടിക്കുക, ട്രവലിന് ശരിക്കും അമർത്തി കറക്കി ഇങ്ങനെ പോവുക. അപ്പോൾ ഇതേപോലെ തന്നെ ഫുള്ള് നമുക്ക് ചെയ്തു പോകാം. ഒരു വലിയ വളക്കാണെങ്കിൽ നമ്മളൊരു സൈഡിൽ നിന്ന് ചെയ്തു പോവുക. ഈ ഡിസൈനൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് നമുക്ക് ചെയ്തു പോകാം. ജോയിൻസ് ഒന്നും വരില്ല, കാരണം 2 കോട്ട് ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ജോയിൻസ് ഒന്നും വന്നു കഴിഞ്ഞാൽ പ്രശ്നമുള്ളതല്ല. അപ്പോൾ ഇതേപോലെ തന്നെ ബ്രഷിനടിക്കുക, ഇച്ചിരി കട്ടിക്കടിക്കുക. ട്രവലിന് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു ഒറ്റക്കോട്ടിൽ തന്നെ നമുക്കത് ഫിനിഷ് ചെയ്ത്, അത്യാവശ്യം ട്രവൽ ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാണെങ്കിൽ ഒറ്റക്കോട്ടിൽ തന്നെ നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ മാക്സിമം ബ്രഷ് സ്ട്രോക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യാം. ചെയ്തൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന്
ഡ്രൈ ആയതിനു ശേഷം ഇതേപോലെ തന്നെ ട്രാവൽ വെച്ചിട്ട് ഒന്നും കൂടി അമർത്തുകയാണെങ്കിൽ ആ പാടുകളൊക്കെ പോയിട്ട് നല്ലൊരു ഫിനിഷിങ്ങിലേക്ക്. ഇതിപ്പോൾ ട്രാവലിന് നമ്മൾ ചെയ്ത ഭാഗമാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് 2 ടൂൾസ് വെച്ചിട്ട് ചെയ്യാം. ബ്രഷിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ട്രാവലിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ട്രാവൽ അത്രയ്ക്കും കംഫർട്ടായ ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ട്രാവൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്ക്രാച്ചസ് വരും, കുറേ സ്ക്രാച്ചസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബ്രഷിന് അപ്ലൈ ചെയ്യാനാണ് സൗകര്യമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, ബ്രഷിന് അപ്ലൈ ചെയ്താൽ മതി. ബ്രഷിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം നമ്മൾ 2 കോട്ട് എന്തെങ്കിലും കൊടുത്തേ പറ്റും. കാരണം ബേസ് കവറിങ് ആകണം, പിന്നെ അതിൻ്റെ ഗ്ലിറ്ററിങ് തെളിഞ്ഞ് വേണം. ട്രാവലിലാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ഒറ്റ കൊട്ടി തന്നെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് ചെയ്യാമെന്ന് അറിയാവുന്ന ആളാണെങ്കിൽ ഒരു കൊട്ടി തന്നെ ഫിനിഷ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ 2 ടൂൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിരിക്കുകയാണ്, ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ബ്രഷിനാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രഷിനെ അപ്ലൈ ചെയ്യുക. 2 കോട്ട് നമ്മൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. 2 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഈ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്, ഡ്രൈ ആയതിന് ശേഷം. അപ്പോൾ ബ്രഷിന് അപ്ലൈ ചെയ്തവർ ബ്രഷിന് തന്നെ ചെയ്യുക. ട്രാവലിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ ട്രാവലിൽ തന്നെ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ടേപ്പ് റിമൂവ് ചെയ്യുക. അതിൽ ടച്ചപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ ടച്ചപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് ഫിനിഷിംഗ് ആയി. അതേപോലെ തന്നെ ടേപ്പ് ഒട്ടിക്കാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ 2 കോട്ടിൽ പരിപാടി തീരും. ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് സെക്കൻഡ് കോട്ട് ഉണങ്ങും. ഉണങ്ങിക്കഴിഞ്ഞാൽ ക്ലിയർ കാര്യങ്ങളൊന്നുമില്ല. ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആണ് സംഭവം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാക്കി സെക്കൻഡ് കോട്ടിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ബ്രഷിൻ്റെ പാടുകളൊക്കെ വല്ലതും കാണുന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് പതുക്കെ ലയിപ്പിച്ച് ആ ഒരു സ്മൂത്ത് ഫിനിഷിങ്ങിലേക്ക് എത്തിക്കുക. നല്ല സ്മൂത്ത് ആവില്ല, എന്നാലും ചെറിയൊരു റഫ്നെസ് നമുക്കിനി ഫീൽ ചെയ്യും. എന്നാലും ബ്രഷ് സ്ട്രോക്കുകൾ മാക്സിമം നമ്മൾ ഇങ്ങനെ വലിച്ചൊലിച്ച് സ്മൂത്ത് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ടേപ്പ് റിമൂവ് ചെയ്യാം. ടേപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ടച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ടച്ചപ്പും ചെയ്യാം. ഏകദേശം 2-3 മണിക്കൂറോളം നമുക്കിത് ഉണങ്ങാനായിട്ട് വിടാം. അപ്പോൾ അതിന് മുമ്പ് വേണമെങ്കിൽ ടേപ്പ് പൊളിക്കാം. ഇപ്പോൾ ടേപ്പ് അധികം നേരം വെക്കണമെന്നില്ല, ഉണങ്ങി കഴിഞ്ഞിട്ട് പൊളിക്കണമെന്നില്ല. നമുക്ക് ഈ ഒരു നനവിൽ തന്നെ പൊളിച്ചെടുക്കാം, അതായിരിക്കും ഏറ്റവും സൗകര്യം. അപ്പോൾ ആ ടേപ്പ് ഇതുപോലെ തന്നെ റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഒരു ടേപ്പ് റിമൂവ് ചെയ്യുക. വേറെ ബ്രഷ് സ്ട്രോക്ക് എന്തായാലും ഉണ്ടെങ്കിൽ അതും കൂടി ഫിനിഷ് ചെയ്തിട്ട് വേണം ടേപ്പ് റിമൂവ് ചെയ്യാൻ. ഇതോടുകൂടി ഫിനിഷിംഗ് ആയി. പിന്നെ ഇതിനകത്ത് ക്ലിയർ കോട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇതിൽ നമ്മൾ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു കളർ ടോൺ, അത് ഏകദേശം ഒരു തുരുമ്പിൻ്റെ ഒരു ഫീൽ, അങ്ങനത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഷെയ്ഡ് കാർഡിലെ സെയിം കളർ വേണമെങ്കിൽ അതിനോട് മാച്ച് ആയിട്ടുള്ളൊരു കളർ, അതായത് നിങ്ങൾക്കൊരു പിങ്കോ അല്ലെങ്കിൽ ഒരു ഗ്രീനോ അടിക്കണമെങ്കിൽ ആ ഗ്രീൻ്റെ തന്നെ ഒരു പ്രീമിയം കോട്ട്. പ്രീമിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റായിട്ടുള്ള ഏത് എംബ്രഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഗ്ലോസി ഒന്നും ഉപയോഗിക്കണ്ട. മാറ്റായിട്ടുള്ള ഏത് എംബ്രഷനോ അല്ലെങ്കിൽ പ്രൈമറിൽ തന്നെ നമുക്ക് ആ കളർ മിക്സ് ചെയ്തിട്ട് അങ്ങനെ അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം. അല്ലെങ്കിൽ മാറ്റ് എംബ്രഷൻ മേടിച്ചിട്ട് അതടിച്ചതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യാം. ബ്രഷിന് അടിക്കണമെങ്കിൽ ബ്രഷിന് അടിക്കാം, ട്രാവലിൽ അപ്ലൈ ചെയ്യണം ട്രാവലിൽ അപ്ലൈ ചെയ്യാം, ലൈൻ ഉണ്ടെങ്കിൽ ലൈൻ ഇടാം. അത് നിങ്ങളുടെ ഐഡിയയിൽ ഏതൊരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. മെയിനായിട്ട് ഇത് ഇൻറ്റീരിയർ പ്രോഡക്റ്റാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലിറ്ററിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഓരോ കളർ ഷെയ്ഡുകളിലേക്ക് ആക്കിയെടുക്കണം, നിങ്ങൾക്ക് അങ്ങനെ ആക്കിയിടാം. ഞങ്ങളിപ്പോൾ ഒരു തുരുമ്പിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ടോൺ കൊടുത്തിരിക്കണം. അപ്പോൾ ഈ ടേപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ളതിൻ്റെ ഫുൾ ഫിനിഷിംഗ് രൂപം കാണിച്ചു തരാം. നമുക്ക് ഈ നനവിൽ തന്നെ പൊളിച്ചെടുക്കണം ഇച്ചിരി കൂടി കംഫർട്ട്, കാരണം കറക്റ്റ് ആ ഷാർപ്പ്നെസ്സും കാര്യങ്ങളെല്ലാം കിട്ടും. ചിലപ്പോൾ നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അഡ്ജസ്റ്റ് രണ്ടും കൂടി കൂടിയിട്ട് ചിലപ്പോൾ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് കോട്ട് അടിച്ച് ഒരു അരമണിക്കൂർ വേണ്ട, ഒരു 20 മിനിറ്റോടുകൂടി നിങ്ങൾ പൊളിച്ചോളും. അപ്പോൾ നമുക്ക് നല്ല ഷാർപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റൊക്കെ നല്ല ഷാർപ്പായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് ഇതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് അടിച്ചിട്ട് ടേപ്പ് ഒട്ടിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി നല്ല കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ലൈനുള്ള ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ബേസ് അടിച്ചിരുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ടേപ്പ് റിമൂവ് ചെയ്തെടുക്കാമെന്നാണ്. ആ നനവിൽ തന്നെ നമ്മൾ ടേപ്പ് റിമൂവ് ചെയ്ത് നല്ല ഷാർപ്പായിട്ട് കിട്ടും.
നമ്മളുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു. ടേപ്പൊക്കെ റിമൂവ് ചെയ്തു. ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ഷെയ്ഡൊക്കെ കുറഞ്ഞ് ശരിക്കും അത് ആ ഒരു ഗമ്മിൻ്റെ ഒരു എഫക്റ്റാണ്. അത് കുറഞ്ഞ് ഏകദേശം നല്ല ഫിനിഷിങ്ങിലേക്ക് എത്തും. ചെറിയൊരു റഫ്നെസ് ഉണ്ടാവും മെറ്റീരിയൽസിന്. ഇത് പേപ്പർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് നമ്മൾ അതിൻ്റേതായ രീതിയിൽ ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ ഇച്ചിരി കൂടി സ്മൂത്തായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര റഫ്നെസ് കുറഞ്ഞ് കിട്ടും. ട്രവലാണെങ്കിൽ ഇതിലും കുറയും. ട്രവലാണെങ്കിൽ ഇച്ചിരി കൂടി നമുക്ക് റബ്ബ് ചെയ്ത് കുറച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ബേസ് കളറും കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് അങ്ങനെ സൈഡിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കവർ ചെയ്ത് അടിക്കരുത്. അടിക്കുമ്പോഴത്തേക്ക് ഈക്വലായിട്ട് അടിക്കുക. കുറച്ച് കട്ട കുത്തി അടിക്കാത്ത രീതിയിൽ, ഒരു സൈഡിൽ നോക്കുമ്പോഴത്തേക്കും കട്ട കുത്താത്ത രീതിയിൽ അടിച്ചടിച്ച് പോരും. കാരണം ഇതിൻ്റെ ബേസ് കളർ ചെറുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ഈ ടോപ്പോട്ട് വരുമ്പോഴും അത് ക്ലിയർ ആയിട്ടും മറഞ്ഞു പോകില്ല. അപ്പോൾ ബേസും ടോപ്പും കൂടി ചെറുതായിട്ട് കാണാൻ സാധിക്കും. അത് ബ്ലാക്കിൽ മാത്രമാണ് കൂടുതൽ കാണുള്ളൂ. നമ്മളിപ്പോൾ ഇതിന് പകരം പിങ്ക് ഷെയ്ഡ് അടിക്കണമായിരുന്നെങ്കിൽ അതും കാണില്ല, ഫുൾ കവറിങ് ആവും. ബ്ലാക്ക് ഷെയ്ഡോ വൈറ്റ് ഷെയ്ഡോ നിങ്ങൾ അടിച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ തന്നെ നമുക്കൊരു സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ഡബിൾ ഷെയ്ഡ് കാണാൻ സാധ്യതയുണ്ട്. സൈഡിൽ നോക്കാൻ മാത്രം, ഡയറക്റ്റ് നേരെ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഒറ്റ കളറായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു തുരുമ്പിൻ്റെയൊക്കെ ആ ഒരു കളർ ടോൺ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരു തുരുമ്പിൻ്റെ ഒരു ഫീല് നമ്മളങ്ങനെ ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ്. ബ്ലാക്ക് ഷെയ്ഡിൻ്റെ മുകളിൽ ഒരു പിങ്ക് ഷെയ്ഡ്. പിന്നെ ഇതിൽ പറയുന്നത്, ഇതിൽ മെറ്റീരിയൽ വരുന്നത് 1 കിലോ, 5 കിലോ, 15 കിലോ അങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഇത് 1 കിലോയിൽ 70 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് കിട്ടുന്നത് 1 കിലോയിൽ. അത് നമ്മൾ ബേസ് അടിച്ച പ്രതലത്തിലാണെങ്കിൽ, ബേസ് അടിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗ്രീനാണ് അടിക്കണമെങ്കിൽ ഗ്രീനിൻ്റെ ബാക്കിൽ നമ്മൾ ഗ്രീനിൻ്റെ പ്രീമിയം കോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് 1 കിലോ 70 സ്ക്വയർ ഫീറ്റ് നമുക്ക് കിട്ടും ഒരു വാൾ ചെയ്യാനാണെങ്കിൽ. അപ്പോൾ ബ്ലാക്ക് ഷെയ്ഡുകളിൽ മാത്രം അങ്ങനെ നമുക്ക് ഏരിയ കൂടുതൽ വേണ്ടിയിട്ടുള്ളൂ. നമ്മൾ ലൈറ്റ് ഷെയ്ഡുകൾ, അതായത് ബേസിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ബേസാണ് നമ്മളിപ്പോൾ നമ്മളൊരു ഗ്രീനാണ് എടുക്കുന്നതെങ്കിൽ ഗ്രീനിൻ്റെ ബേസ് തന്നെ നമ്മൾ ബാക്കിൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് 1 കിലോയിൽ 70 സ്ക്വയർ ഫീറ്റ് മസ്റ്റായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് വേറെ ക്ലിയർ കോട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. പണി കഴിഞ്ഞാൽ ട്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോളോ ഗ്ലിറ്റർ.